ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പം എന്താ ഹാളൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും എടുത്തിട്ടില്ല. നിങ്ങളാരും എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ കിട്ടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കുറെ പേര് എന്താ പറയുക, കോയിൻ എടുത്തിട്ട് അതുപോലെ ഫസ്റ്റ് ട്രയൽ കിട്ടിയവരുണ്ട്, അല്ലാണ്ട് കിട്ടിയവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഞാൻ എന്തായാലും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഗൈസ്, എന്താ പറയുക, എനിക്ക് ഇന്നലെ കുറച്ച് മാച്ചൊക്കെ കളിച്ചപ്പോൾ 60 കോയിനും അല്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം നമുക്ക് ഏകദേശം പാക്ക് എടുക്കാനുള്ള കോയിനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ എന്തായാലും കുറച്ചൊരു കമന്റ് ചോദിച്ചിരുന്നു, അർജന്റീന പാക്കാണോ അതൊരു ഇംഗ്ലണ്ട് പാക്കാണോ നല്ലതെന്ന്. കുറേ പേര് ഇപ്പോൾ പറഞ്ഞായിരുന്നു എന്നോട് അർജന്റീന പാക്ക് നല്ല പാക്കാണ്, എന്തായാലും മെസ്സിയൊക്കെ സീൻ തന്നെയാണെന്ന്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ എടുത്തിട്ടില്ല എന്തായാലും. പക്ഷേ എനിക്കും അതാ തോന്നുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് പാക്കും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പാക്ക് തന്നെയാണ്. എന്താ പറയുക, എന്നാലും കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഇംഗ്ലണ്ട് പാക്ക് എടുത്തിട്ടും അവർക്കും അർജന്റീന പാക്ക് എടുക്കണം എന്നായിരുന്നു എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്കിഷ്ടമാണ് എടുക്കാം കേട്ടോ, വേറെ ഒന്നുമല്ല. എന്തായാലും എനിക്ക് തോന്നുന്നു, എൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടോ 2025 ഈ ഫുട്ബോൾ വരുമ്പോൾ നമുക്ക് കോയിനൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും എല്ലാവരും പറയുന്നത് വെച്ചാൽ എപ്പിക്ക് കുറേ പ്ലേയേഴ്സൊക്കെ വരാനുണ്ടെന്നൊക്കെ പറയാം. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, നല്ലൊരു പാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ യമാലിനെ വെച്ചിട്ടുണ്ട്. എന്തായാലും ചെക്കൻ പൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് എന്തായാലും വന്നിട്ട് നമുക്ക് നോക്കി നോക്കാം ഓപ്പോണ്ട് എങ്ങനെയുണ്ടെന്ന്. 4-4 ആണ് എന്തായാലും ഇട്ടിരിക്കുന്നത്. മെസ്സി ഉണ്ട്, നെയ്മർ, എംബാപ്പെ എന്തായാലും ചെക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഡിബ്രോണി ഒരു സീനാണ്, പുതിയ കാണാത്ത. എന്തായാലും കുറച്ച് ഒക്കെ പറഞ്ഞാൽ 100 ആയിട്ട് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. സബ് നോക്കുകയാണെങ്കിൽ ഹാളൻ്റെ എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെക്കൻ റെഡിയാണ്, ഓപ്പൺ റെഡിയാണ്. മാച്ചിലേക്ക് കിടക്കാൻ ഗൈസ്, വേറൊരു വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, മാച്ചിലേക്ക് കിടക്കാൻ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ആർക്കെങ്കിലും ഹാളനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ എങ്ങനെ ഇടുന്നത്. എന്തായാലും കുറേ പേര് പറഞ്ഞത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്ലെയർ തന്നെയാണ് ഹാളൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന, എന്താ പറയുക, ഞാനും കുറേ ആയിട്ട് ചിന്തിക്കുന്നു നമ്മുടെ പണ്ടത്തെ എപ്പിക് ആയിട്ടുള്ള റൊണാൾഡോയൊക്കെ വരണമെന്ന്. അപ്പോൾ അതാണ് മെസ്സിയൊക്കെ. എനിക്കതൊന്നും പണ്ടത്തെ ഒന്നുമില്ല. എന്തായാലും കൊനാമി ഇപ്രാവശ്യം നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് ഈ ഫുട്ബോളിൽ കയറണം. കാരണം വേറെ ഒന്നുമില്ല, ഫസ്റ്റ് വെച്ച് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. അല്ല റാഫേലിയോ ഗൈസ്, നമ്മൾ ഈ മുസൈല. ഓക്കെ, ഓ റുഡ്രിഗർ, ഇബ്രോണി, മെസ്സി, അൽഡിയാർ, യമാൽ, എടാ ഞാൻ വിചാരിച്ചു ഗൈസ് അത് കിട്ടുമെന്ന്. പക്ഷെ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും 11-ാം മിനിറ്റിൽ ഒരു ഫൗള് കിട്ടിയിട്ടുണ്ട്. പോസ്റ്റായിട്ട് നമ്മൾ ഫൗൾ ചെയ്തു. ഓക്കെ, യമാലിനെ. ഓക്കെ, ചെക്കന് ഞാൻ വിചാരിച്ചൊരു പെനാൽറ്റി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു എളുപ്പമായിരുന്നു. യമാലിനെ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് ഇറക്കി കേട്ടോ. മെസ്സിനെ നമ്മൾ സെക്കൻഡ് ഹാഫ് ഇറക്കാമെന്ന് വെച്ചിരിക്കുന്നത്. ഓ ഗൈസ്, ഒരു കിട്ടിലൻ ഇതാണല്ലോ കിട്ടിയത്. നമുക്ക് കിക്കറിനെ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ വെച്ച് അൽവാരസിന് ചെയ്യാം. ഓക്കെ ഗൈസ്, അൽവാരസിന് ചെയ്യാം. എന്തായാലും നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. കയറിയാൽ മതിയായിരുന്നു ഗൈസ്. പോയി ഗൈസ്. ഇവിടെ നിന്ന് ഞാൻ ഇതുവരെ ഫ്രീക്ക് അടിച്ചിട്ടുമില്ല. എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു. കോബലാണ് ഇവന്മാരുടെ ഗോളിയിലെ. യമാല്, റുഡ്രിഗർ. കിട്ടിയിട്ടുണ്ട്, കിട്ടില്ല, ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗോള്, എൻ്റെ മോനൊരു കിടിലൻ ഗോൾ കിട്ടോ ഗൈസ്. 14-ാം മിനിറ്റില് എംബാപ്പയുടെ. ഇതപ്പോൾ ഒരു കിടിലൻ ഗോളായിരുന്നു എന്തായാലും. ഓക്കെ, ഇപ്പോൾ റാഫേലിയോ, മുസൈല, എടാ ഇബ്രോണി, എടേ പിടി അറിഞ്ഞോണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും ഗോൾ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സീനില്ല. എന്തായാലും നമ്മൾ ഒരു ഗോളിന് മുന്നിലാണ്. എന്നാലും നമ്മളെപ്പോഴും അടിക്കുകയാണെങ്കിൽ അൽവാരസ്. എൻ്റെ മോനെ മുസൈല. യമാല്. ഓക്കെ, കിമ്മിച്ച്. അവർക്കറിയാം നമ്മൾ എവിടേക്കാണ് പേരിനെ കൊണ്ടുവരുന്നതെന്ന്.
അത് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. റുഡ്രിഗർ ഈ ചെക്കനെ ഗൈസ് ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. നെയ്മർ എൻ്റെ പണി എന്താ ഇവന്മാര്. അവിടെ ത്രോ പാസിന്റെ കുറവുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആവാനായിട്ടുണ്ട്. എടാ ഗായ്സ് ചക്കർ അടിക്കാൻ പോകണോ? ഓക്കെ അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഷോട്ട് നോക്കുകയാണെങ്കിൽ 2-2 ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരേപോലെ. ഓക്കെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. യമാലിനെ നമുക്ക് മെസ്സിന് ഒരു ലേശം കൂടെ കഴിഞ്ഞിട്ട് ഇറക്കാം. നമുക്ക് എന്തായാലും കക്കർലൈൻ ഇറക്കാം. പിന്നെ ഇപ്പം ആരും ഇറക്കുന്നില്ല ഗൈസ്. എന്തായാലും നിങ്ങൾ തന്നെ പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെയൊക്കെ. ഓക്കെ ജെറാഡ്, എനിക്ക് റൊണാൾഡീനോ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് റൊണാൾഡീനോ ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇച്ചിരി കുറഞ്ഞു പോലടേ. മുസൈല, ഓക്കെ അൽവാരസ്, യമാൽ. ഇറ്റ്സ് യമാൽ ഗൈസ്. ഗൈസ് അത് കോർണർ കാണാൻ നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു, അടിക്കാൻ പറ്റിയില്ല എംബാപ്പയുടെ. ഞാനത് അങ്ങനെ അടിക്കാൻ പറ്റി, പക്ഷേ റൊഡ്രിഗറോട് അറ്റാക്ക് ചെയ്തു ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെയിലുള്ള നമ്മുടെ അറ്റാക്കറും ഡിഫൻസറൊക്കെ ആരാന്ന് നോക്കുക ജസ്റ്റ് ഒന്ന് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് റാഷ്ഫോർഡിനെ ഇറക്കണം, ടൈം ആയിട്ടില്ല. എന്തായാലും നമുക്ക് ഗൈസ് കേസ്മറോയ്ക്ക് വരും, ബ്രൂണോനെ ഇറക്കാടെ. ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മാച്ചിൽ ആദ്യത്തെ കോർണർ കിക്കാണ് ഗൈസ്. എന്തായാലും നമുക്ക് കാണാം മാച്ച് എങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഡിവിഷൻ മാച്ചിൽ എത്ര എത്തിയും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ റാഫേലിയോ, എൻ്റെ മോനെ പണിയല്ലേ. എൻ്റെ മോനെ എന്തായാലും ചെക്കൻ പൊളിയാണ് കേട്ടോ ഗൈസ്. എൻ്റെ മോൻ ഏജാതി അടിയടാ. ഗൈസ് യമാലെന്നാലും സീൻ കാടാട്ടോ. അവിടെ കോസ്റ്റ് കേട്ടോ വന്നില്ലാന്നെങ്കിൽ നൈസ് ഒരു പാസ് കിട്ടിയ നമുക്ക്. കിമിച്ച് നെയ്മർ ഡബിൾ ടച്ച്. ഓക്കെ എൻ്റെ മോനെ ഗൈസ് എന്നാ അവിടുന്ന് ഒരു ക്രോസ് അടിച്ചിട്ട് അവന്മാർ. എൻ്റെ മോനെ അൽവാരസ് എന്തായാലും അടിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും കിടിലിനൊരു ഗോൾ തന്നെ കേട്ടോ. നമുക്ക് എന്തായാലും സബ്ബിലേക്ക് ഇനി കിടക്കാം. യമാൻ്റെ ഇതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയാണ് ഗൈസ് ടൈം. നമ്മുടെ മെസ്സിനെ ഇറക്കി, അതുപോലെ തന്നെ ഫോർഡിനെ ഇപ്രാവശ്യം നമുക്ക് ഇറക്കാം, പിന്നെ റാഷ്ഫോർഡ്. ഓക്കെ 3 പേര് ഒന്നിച്ച് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സബ്ബൊന്നും ഇല്ല ഗൈസ്. എംബാപ്പെ എന്തായാലും എനിക്ക് തോന്നുന്നു ബാക്കോട്ടൊന്നും ഇല്ലെങ്കിൽ പണി വാളും. നമുക്ക് എംബാപ്പേനെ അവിടെ തന്നെ ഇടാം. എനിക്ക് തോന്നുന്നു ക്രൂസിനെ നമുക്ക് ഇറക്കിയിട്ട് ഒന്ന് ഇത് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ മാച്ചിലെ 2ാമത്തെ കോർണർ കിക്കാണ്. എന്തായാലും നോക്കാം ഗൈസ്. സെറ്റ് ആയിരുന്നു കേട്ടോ. എമ്മ ഷോട്ടാ, പക്ഷെ അവന്മാർ ഗോളി കയറ്റാൻ സമ്മതിച്ചില്ല ഗൈസ്. അതാണ് ഒരു ഇത് സീൻ. ഏതാ ഗോളിന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഗോളി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഗോളി ഏതാന്ന് വെച്ചാൽ. എൻ്റെ മോനെ പോസ്റ്റ് എടാ
Number 77, number 18, Lautaro Martinez. എടാ എന്റെ മോനെ ഇവന്മാരെന്ത് എടാ മോനെ Number 22, Modric. Substitutions taking place. ഉഫ്. ഉഫ്. സ്കൂളിലേക്ക് എന്തായാലും എനിക്കൊരു ഇത് പറയാനുണ്ട്. കോബിലെന്ന സീൻ കളിയാണ് എന്തായാലും. ഓ എന്നെ ചെക്കൻ എടാ ഇത് പണിയാവില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്താണ് നമ്മൾ മാച്ച് ജയിച്ചിട്ടുണ്ട്. എന്റെ ഓണം ഞാൻ ഇങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. എത്ര ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കണം. എന്നാലും ഗൈസ് ഒരു കിടിലൻ മാച്ച് ആയിരുന്നു. നല്ലൊരു ഓപ്പൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോളി കോബിൽ എന്തായാലും നൈസായിട്ട് അവരെ എത്ര സേവിങ് രക്ഷിച്ചത്. നമ്മൾ ഏകദേശം ഒരു ഷോട്ട് നോക്കാം നമുക്ക്. അപ്പൊ എന്തായാലും ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മളപ്പോ വീണ്ടും ഡിവിഷൻ പ്രൊമോട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മാച്ച് ജയിച്ചു. ഒരു അടിപൊളി മാച്ചായിരുന്നു. ഓക്കെ, ഈ ഒരു മാച്ചിൽ നമ്മുടെ ഗോള് നമ്മുടെ അച്ഛനാണ്. അതുപോലെ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എങ്ങാനും ടൈമിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ എന്താ പറയുക, കുറെ പേര് പറഞ്ഞായിരുന്നു എന്തായാലും 2025 ഫുട്ബോൾ വരുമ്പോൾ നല്ല ഏതായാലും ഇതുപോലെ ഇതിനെക്കാട്ടും കൂടുതൽ എന്താ പറയുക ഗ്രാഫിക്സും എല്ലാം സെറ്റ് ആവുമെന്ന് പറഞ്ഞാൽ കുറെ പ്ലേയേഴ്സ് വരും, ഗ്രാഫിക്സ് വരും, പിന്നെ കോയിൻ ഈവന്റ് ഒക്കെ കൂട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും 2025 വരട്ടെ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എന്താ പറയുക 2025 കൊനാമി ഇത് വരുമ്പം നിങ്ങൾ എന്താ കൂടുതൽ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എങ്ങനെ എന്താ പറയുക എന്താ വരണ്ടേ എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് സേവ് 8 ഷോട്ടും ഷോട്ട് ഓൺ ടാർഗറ്റ് 6, ഫൗളില്ല, ഓഫ് സൈഡ്, കോർണർ കിക്ക് 2, ഫ്രീ കിക്ക് 1, പാസസ് സക്സസ്ഫുൾ പാസസ് ഏകദേശം എല്ലാം നോക്കുകയാണെങ്കിൽ നമ്മളാണ് ഏകദേശം എല്ലാം കൂടുതൽ. എന്നാലും കിടിലായിരുന്നു ഗൈസ് എന്തായാലും. അപ്പോൾ പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അവരുടെ ആണെങ്കിൽ റുഡ്രിഗർ, കോബൽ, അലക്സാണ്ടർ, റാഫേലിയോ, അൾഡയർ ഞാൻ ഇങ്ങനെ കണ്ടില്ല, ഡിബ്രൂണി, നെയ്മർ, മാട്രിച്ച്, മാർട്ടിനസ്, കോസ്റ്റേട്ട, മുസേല. ഓക്കെ എന്തായാലും നല്ലൊരു കിടിലൻ ഓപ്പണന്റാണ്. യമാലിനെ ഇറക്കിയായിരുന്നു. നമ്മളെ നോക്കുകയാണെങ്കിൽ ഓക്കെ എംബാപ്പ തന്നെ, ലാമിന യമാൽ. ഒരു എന്തായാലും നൈസ് ഒരു മാച്ചായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.